നമസ്കാരം. വളരെ അപൂർവമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് എൻ്റെ ഏറ്റവും ഇത്രയും 48 വർഷത്തെ സിനിമാ അഭിനയത്തിൽ വളരെ എടുത്തു പറയാവുന്ന സിനിമകളിലൊന്നാണ് കിരീടം. എനിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. താങ്ക് യു സിബി. എൻ്റെ അടുത്ത നാഷണൽ അവാർഡും സിബിയുടെ സിനിമയിലായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സന്തോഷവും സങ്കടവും ഉണ്ട്. കാര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരും വളരെ ആരും എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് അതിൽ നിന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പെട്ടെന്ന് 37 വർഷങ്ങൾക്ക് മുമ്പ് പിറകിലേക്ക് സഞ്ചരിച്ചു. ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഞാൻ സിനിമയിൽ ചോദിക്കരുത്, ഇങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഇതിങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. എൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും വളരെ ഇമോഷണൽ ഫിലിമാണത്. 37 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗകര്യങ്ങൾ വെച്ച് ചെയ്ത സിനിമയാണ്. പക്ഷെ ആ സിനിമ ഇന്ന് ചെയ്തെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ എടുത്തു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടെ അതിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച, ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഇങ്ങനൊരു സിനിമ രണ്ടാമത് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച NFDCക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം, ഒരുപാട് നന്ദി ആശംസിക്കുന്നു. കുറച്ചൊരു ഞാൻ ഇൻ്റർവെല്ലിന് ആ സമയത്താണ് എന്നാലും എനിക്കതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ കുറച്ചൊരു ഇമോഷണലാണ്. ചില സിനിമകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, ചില സിനിമകൾക്കല്ല. ഈ സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. എന്തായാലും ഒരിക്കൽ കൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. താങ്ക് യു സിബി, താങ്ക് യു വിജയകുമാർ, ഉണ്ണി, ദിനേഷ്, സാർ, എല്ലാവർക്കും താങ്ക്സ് ആയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. പിന്നെ ഞാൻ വന്നപ്പോൾ എൻ്റെ മോനെ കൂട്ടിയാണ് വന്ന കാര്യം. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. സിൽസാറിൻ്റെ ഒരു പടം നമ്മൾ വീണ്ടും 37 വർഷങ്ങൾക്ക് ശേഷം വന്ന് കണ്ടത് ഒരുപാട് സന്തോഷമുണ്ട്. ഇമോഷണലായോ? പിന്നെ തീർച്ചയായും നമ്മൾ ആ പഴയ കാലത്തിലോട്ടൊക്കെ പോയി മോനെയും കൂടെ കൊണ്ട് ഒരുമിച്ചിരുന്ന് ലാലേട്ടൻ്റെ ഒപ്പം ഇരുന്ന് കാണാൻ പറ്റും. സിൽസാറിൻ്റെ ഒക്കെ ഒപ്പം ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. വളരെ സിമ്പിൾ ഡയലോഗ്സ് ആണ് ഇതിലുള്ളത്. വലിച്ചു വാരി ഒന്നുമില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾ. പക്ഷേ അവരുടെ ഇമോഷണൽ പെർഫോമൻസിൽ നമ്മൾ അതേപോലെ നമ്മളെ തകർത്ത് കളിക്കുന്നു. പെർഫോമൻസ് ആണല്ലോ, അതാണ് വലിയ ഒരു ഗിമ്മിക്സും ഇല്ലല്ലോ. ഡയലോഗ്സ്, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, ഡയറക്ഷൻ, അതാണ് സിനിമ. അന്നത്തെ സിനിമ അത് ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റ്, വലിയ ഫ്രെയിംസോ അങ്ങനെയൊന്നും ഇല്ല. അതാണ് പറഞ്ഞത്, വലിയ ഞെട്ടിക്കൽ പരിപാടിയൊന്നും അല്ലല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഈ പടം കണ്ടു കഴിയുമ്പോൾ ദിലീപ് സാറിന് ഇപ്പോൾ ജീവിതത്തിൽ ഒന്ന് നേരിട്ട് കാണുന്ന പിന്നെ നമ്മൾ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയുള്ള ഒരാളാണ്. ഞാനിതിപ്പോൾ മുമ്പേ ഷോബിയോട് പറയായിരുന്നു, എൻ്റെ അച്ഛനും പോലീസുകാരനാണ്. അതുകൊണ്ട് തന്നെ കിരീടം കഴിഞ്ഞ ഒരു കിരൺ ചേട്ടനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. ഞാനിപ്പോൾ ഷോബിയെ കണ്ടപ്പോൾ ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സന്തോഷം. എന്തായാലും 10ാം തീയതി റിലീസ് ചെയ്യണം, എല്ലാവരും കാണട്ടെ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ ജനിക്കുന്നതിന് ഒരു 6 വർഷം മുന്നേ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ സിബിയങ്ങൾ ഇങ്ങനെ സിനിമയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഭയങ്കര ഗൂസ്ബംസ് ആയിരുന്നു. കാരണം ഞാൻ ജനിക്കുന്നതിന് ഒരുപാട് മുന്നേ ഇറങ്ങിയ സിനിമ, പക്ഷെ എന്നാലും ടൈംലെസ് ആയിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന സിനിമ തന്നെയാണ് കിരീടം. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്നെ ക്ഷണിക്കുമെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അത് ലാലേട്ടൻ്റെ കൂടെയും സിബി സാറിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. എനിക്കതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഒരു സിനിമേനെ പറ്റിയിട്ട് ഇന്ന് എന്നെ പോലുള്ള ആരും എല്ലാത്തിനും ആ സിനിമേനെ പറ്റി ഒന്നും പറയാനായിട്ട് എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര മിസ്സിങ്ങും തോന്നി. കുറേ പേരെ നമുക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന പോലെയും തോന്നി, പക്ഷെ ഭയങ്കര സന്തോഷവും തോന്നി. ആ ഒരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും, ലാലേട്ടനെ ആണെങ്കിലും കാണാൻ പറ്റിയതും, സിനിമ കാണാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷം. താങ്ക് യു.